ഇനി വളരെ കുറച്ച് സമയമുള്ളൂ 10th പ്രിലിംസിന്. അപ്പൊ ഇനി ഇത്രയും സമയം കൊണ്ട് പഠിച്ചിട്ട് ഇനി വല്ല കാര്യം ഉണ്ടോ എന്ന് ചിന്തിക്കുവാണെങ്കിൽ ആക്ച്വലി ഒരു കുഴപ്പമില്ല. ഇത് പ്രിലിംസ് ആണ്, നമ്മൾ ക്രാക്ക് ചെയ്ത് പോകാനേ ഉള്ളൂ. ലാസ്റ്റ് 3 വർഷമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ടതാ, എല്ലാം റെപ്പിറ്റേഷൻ ആണ്, അല്ലെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഒത്തിരി പറഞ്ഞ് ഞാൻ കുഴപ്പിക്കുന്നില്ല. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാൻ വന്നവർക്കൊക്കെ സ്വാഗതം. പിന്നെ നമ്മുടെ ക്ലാസ് മിസ് ചെയ്തിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു, നിങ്ങളുടെ കമന്റ്സ് ആണ് പിന്നെ ഞാൻ ഈ ഒരു 10th പ്രിലിംസിന് വേണ്ടി ഒരു ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഓക്കെ, അപ്പം ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റിയാൽ ഒരു ദിവസം തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ അത്ര നമുക്ക് നല്ലത്. അതും റിലേറ്റഡും പറയുന്നത് പഠിച്ചു പോവാമെങ്കിൽ സൂപ്പർ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പൊ ഈ ഷോർട്ട് കട്ട് കിട്ടി നിങ്ങൾ പാസ്സാവും, പക്ഷേ മെയിൻസിന് പഠിച്ചോണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാമേ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പം വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്താണ്? എന്താണ്? ചങ്ങമ്പുഴയാണ്. അപ്പൊ നമുക്കൊന്ന് ഓർത്താൽ ചങ്ങമ്പുഴയാണ്. അപ്പം നമ്മുടെ ചങ്കില്ലേ, വെറും വാഴ, അങ്ങനെയൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ ഒരു തവണയിലും പറഞ്ഞു കാണും, അല്ലെ നിങ്ങളെ പറഞ്ഞു കാണും അല്ലെ. അപ്പം എന്താ, ഇതങ്ങ് കണക്ട് ചെയ്ത് വെക്കാൻ എളുപ്പമാവും. ഓക്കെ, അപ്പം ഇതേപോലെ നോക്കിക്കേ, ബാക്കിയുള്ളവരുടെ PSC ചോദിച്ചിട്ടുള്ളവർ, ഇത് പൊതുവെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക് അല്ലേ. അതുകൊണ്ട് അതേ വള്ളത്തോള്, കുമാരനാശാന്, ചെങ്ങമ്പുഴയുണ്ട്, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുണ്ട്. ഇത്രയും പേരുടെയും PSC ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് 2018 മുതൽ ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ബുക്കുകളൊക്കെയാണ് ഇതുള്ളത്. ഇത് നിങ്ങൾ ഇവിടെ വെച്ച് പഠിച്ചോണം. ഓക്കെ, ഇതേ ഇനി ഈ പടം ഞാൻ ചെറുതായിട്ട് ജനറേറ്റ് ചെയ്ത് നോക്കിയത് ഒരു കോഡ് പോലെ. നോക്കി, ഈ പോകുന്നത് ഒരു ശിഷ്യനാണ്. ഓക്കെ, കയ്യിലൊരു മഗ്ഗും ഉണ്ട്. ലോക്കലാന്ന് ആരും പറയരുത്, കേട്ടോണം. അപ്പൊ ഈ പോകുന്ന ശിഷ്യനാണ്, കയ്യിലൊരു മഗ്ഗും ഉണ്ട്, വള്ളത്തിലാ പോകുന്നത്. കണക്ട് ചെയ്യാലോ. അപ്പൊ വള്ളത്തോൾ നാരായണ മേനോൻ, ശിഷ്യനും മകനും. ഓക്കെ, ശിഷ്യനാണ് പോകുന്നത്, വള്ളത്തിലാ പോകുന്നത്, വള്ളത്തോളെ. പിന്നെ മഗ്ഗുണ്ട് കയ്യിലെ, മഗ്ദലിന മറിയമുണ്ട്. പിന്നെ ആരെ കാണാനാ പോകുന്നത്? എന്റെ ഗുരുനാഥൻ. അപ്പം ഒരു ശിഷ്യൻ കയ്യിൽ മഗ്ഗുമായി വള്ളത്തിൽ പോവുക ഗുരുനാഥനെ കാണാൻ. നിങ്ങൾ ഇതേപോലെ ജോലി കിട്ടിയിട്ട് കാണാൻ വരണം കേട്ടോ. ഇപ്പോഴും ഇതേപോലെ സർവീസിൽ കയറിയിട്ട് കാണാൻ വരുന്നുണ്ട് എന്തെന്ന് പറയുന്ന എല്ലാവരും ഇതുവരെ എത്തിയിട്ടില്ല കുറെ. അപ്പം നിങ്ങൾ അതേപോലെ ഒരാളായാലും കുഴപ്പമില്ല, സർവീസിൽ കയറണം. ഓക്കെ, അപ്പൊ ഇത്രയും പേരെ നിങ്ങൾ പഠിക്കണം. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഫാൽക്കൺ PPSCയുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം, ജോയിൻ ചെയ്തേക്കണേ. ഇത്രയും പഠിച്ചു വെക്കുമല്ലോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും പഠിച്ചോണേ. ഓക്കെ, വാഴക്കുല, ചങ്ങമ്പുഴ, ചങ്ക് വാഴയാണ്. ഇനി എന്നാണ് ലോക പരിസ്ഥിതി ദിനം? എന്നാണ്? ജൂൺ 5. ഓക്കെ, ലോക പരിസ്ഥിതി ദിനം. പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഞാൻ ഈ PDF-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് പഠിച്ചു പോകാം, വേറെ ഒന്നും വേണ്ട, സെറ്റ് ആയിക്കോളും. ഇനി കേരളത്തിന്റെ ദേശീയ പക്ഷി ഏത്? ഇവിടെ ഒരു മയിൽ അനങ്ങുന്ന കണ്ടോ? ഇതല്ല, അത് ഇന്ത്യയുടെയാണ് അല്ലെ. ശരി, അപ്പൊ കേരളത്തിന്റെ ദേശീയ പക്ഷിയോ? ഈ വേഴാമ്പല. സാധാ വേഴാമ്പലല്ല, മലമുഴക്കി വേഴാമ്പലാണ്. റെഡി? ശരി, അപ്പം ഇത് നിങ്ങൾ പഠിക്കണം. ടോപ്പ് ചെയ്ത് വെച്ചിട്ട് പഠിച്ചോണം, ഒന്നും നോക്കരുത്. ഇതില്ലേ നിങ്ങൾ ചകരിഞ്ഞ് എവിടുന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇത്രയും കളക്ട് ചെയ്ത് വെച്ചതാണ്. അതേപോലെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഒന്നേ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ, പൈസ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, 10 റുപ്പീസ് ആണ്, 10 റുപ്പീസ് പിന്നെ തന്നാൽ മതി. അതുകൊണ്ട് ഗ്രൂപ്പിൽ വന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യും. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഈ 2023 ആയതുകൊണ്ട് പാരീസ് ആണ്. നിങ്ങൾ അടുത്തത് നോക്കി വെക്കണം, പ്രധാനപ്പെട്ട വെന്യൂ ചോദിക്കും. ഓക്കെ, ബാണാസുര സാഗർ കേട്ടോ, അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ്. അണക്കെട്ടുകളെ പറ്റിയുള്ളത് PDF-ന്റെ അകത്തുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞു പോകാം, നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചു. വയനാട്, ബാണാസുര അണക്കെട്ട് വയനാടാണ്. റെഡി? മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം ജന്മസ്ഥലം എവിടെയാണ്? എവിടെയാ? രാമേശ്വരമാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ PSC ചോദിച്ചിട്ടുള്ള പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ജന്മസ്ഥലം അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് അവരുള്ളതെന്ന് ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആണ്, ലാസ്റ്റ് 2-3 വർഷത്തിൽ തന്നെ 3-4 തവണ കൂടുതൽ ചോദിച്ചു. ഇപ്പോഴത്തെ ദ്രൗപദി മുർമു ആണ്, ഒഡീഷ. ഓക്കെ, ഇങ്ങനെ പിറുപിറുക്കുക, അതിന് മർമറിങ് എന്ന് പറയുവേ. അപ്പൊ മർമർ ചെയ്യുവാണെങ്കിൽ ഓടിക്കും ക്ലാസ്സിലൊക്കെ ഇല്ലേ, ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, മർമർ ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കും. അപ്പം ദ്രൗപദി മുർമു ഒഡീഷ. ഓക്കെ, ദ്രൗപദി മുർമു ഒഡീഷ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കും. ഇനി വൈസ് പ്രസിഡന്റ് ആരാ അറിയോ? ജഗദീപ് ധൻകർ കേട്ടോ. വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ ആണ്. ധനം കണ്ടോ, ധനം, ധനം ഉള്ളത് ആരാ? രാജാക്കന്മാരുടെ ഒത്തിരി ധനം ഉണ്ടെന്ന് ഓർത്താൽ മതി. ജഗദീപ് ധൻകർ, രാജസ്ഥാൻ. അപ്പം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഓർത്തു വെച്ചോണം, അവരുടെ സ്ഥലം ഓർത്തു വെച്ചോണം, അവർ എവിടുത്തെ ഗവർണർ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ പഠിക്കണ്ട, അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. അതേപോലെ ഈ ഡാമുകളും നദികളും ഞാൻ റിപ്പീറ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഇപ്പൊ പറയാതെ പോകുന്നത്. ഇത് കണ്ടാരും പേടിക്കേണ്ട, പ്രധാനപ്പെട്ടത് ഞാൻ പറയാം, അത് പഠിച്ചാൽ മതി കേട്ടോ. ശരി, പിന്നെ നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത് താഴെ കമന്റ് ചെയ്യും. ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, പഠിക്കാൻ പറ്റുമോ, അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് ധൈര്യമായിട്ട് ഇട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാനത് മെൻഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ആരാണ്? ചാൾസ് ബാബേജ് ആണ് അല്ലെ. എന്നാല് അതേപോലെ ഇപ്പം AI ഭയങ്കര ഫേമസ് ആണ്. എന്തൊരു ആപ്പ് ഇറക്കിയാലും AI എന്ന് പറയും അല്ലെ.
ശരിയാ, ഓക്കെ, നമ്മുടെ എ ചാനലാണല്ലോ അതുകൊണ്ട്. അപ്പം ഈ എ ഐ ഇല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എ ഐ. അതിന്റെ പിതാവ് ആരാന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ജോൺ മക്കാർത്തി ആണ് കേട്ടോ, ജോൺ മക്കാർത്തിയെ. അത് ജോൺ മക്കാർത്തിയാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജും ആണ്. റെഡി. ഇനി ശ്രീലങ്കയുടെ തലസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു. ഇന്ന് പറയരുത്, അത് നേപ്പാളാണ്, തെറ്റി പറഞ്ഞ കേട്ടോ. ശരി, കൊളംബോ, ഓർത്ത് വെച്ചോണേ. റെഡി. കൊളംബോ ആണ് ശ്രീലങ്കയുടെ തലസ്ഥാനം. ഇതേപോലെ പ്രധാനപ്പെട്ട ഇവിടെയൊക്കെ ചെറിയ എക്സാമിന് ചോദിക്കും, അതായത് 10th പ്രിലിംസിന്റെ എക്സാമുകൾക്ക് അത് ചോദിക്കും. നോക്കിയേ, ഇസ്ലാമാബാദ് പാകിസ്ഥാന്റെ ക്യാപിറ്റൽ ആണ്, ബീജിംഗ് ചൈന, കാഠ്മണ്ഡു ആണ് നേപ്പാൾ. ഞാൻ തെറ്റി പറയാൻ പോയിട്ട് റോൾ ചെയ്തില്ല, അത് കൊളംബോ ആണ് ശ്രീലങ്ക. ഓക്കെ, ഇത് പഠിച്ചോണം, ബേസ് ആണ് കേട്ടോ, ചോദിക്കും. ശരി, അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ് അല്ലെ, രാജസ്ഥാനാണ്. ഇച്ചിരി മുമ്പ് നമ്മൾ ജഗദീപ് ധൻഖറിനെ പറഞ്ഞായിരുന്നു, ധനമുള്ള ആള് രാജസ്ഥാൻ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാമെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ. അതേപോലെ APJ അബ്ദുൽ കലാമിന്റേത് രാമേശ്വരം. ഇത് ഓർത്ത് വെക്കുമല്ലോ അല്ലെ. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ടത് ഇത്രയുണ്ട്. ഇത് റിപ്പീറ്റഡ് ആണ്, ലാസ്റ്റ് 2-3 വർഷത്തിൽ ഈ ഭാഗത്തു നിന്ന് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം BYQs ആണ്, കൂടുതലും ചോദിച്ചു. നമുക്ക് 10th പ്രിലിംസിന് ഇതൊന്ന് വായിച്ചു വിടുക, അടുത്ത ക്ലാസ് ഞാനിത് കൊണ്ടുവരുമ്പോൾ ബൈ ഹാർട്ട് ആക്കാം. അല്ലാതെ ഇപ്പൊ തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഇനി ഞാനത് കൊണ്ടുവരും. അപ്പൊ ഏറ്റവും വലുതും ചെറുതും, ജനസംഖ്യയിൽ ഏറ്റവും വലുതും ചെറുതും, ഇത് റിപ്പീറ്റഡ് ആണ്. നിങ്ങളുടെ എക്സാമിന് ഇത് വരുമ്പോ സൂപ്പറായിട്ട് എഴുതണം. ഓക്കെ, ശരി, ഇതിപ്പോ ഞാൻ പറയുന്നില്ല, അതിന്റെ അർത്ഥം പിന്നെ പറഞ്ഞോളാം എന്നാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെത്തിയത് പഠിച്ചോണം, ഇപ്പൊ എന്തായാലും ചേഞ്ച് ഇല്ല, വീണ ജോർജ് ആണ്. അതേപോലെ നമ്മുടെ മന്ത്രികളെ പഠിച്ചു വെക്കണേ. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതില് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ചോദിച്ചിട്ടുണ്ട്, അത് ഏതുണ്ട്? അമൂലാണ് അല്ലെ, അമൂൽ. ഇത് 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, പണ്ടത്തെ ഒരു ക്വസ്റ്റ്യനുമാണിത്. അപ്പം അമൂലാണ്, അത് ഓപ്ഷൻ ബി ആണ്. പിന്നെ നിങ്ങൾക്ക് പ്രിലിംസിന് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലെ ഇങ്ങനെ വരത്തില്ലെന്ന് വിചാരിക്കില്ല, വരും. ഒരു 4-5 ഫേസ് ഉണ്ടെങ്കിൽ അതിലൊരു 2 ഫേസ് ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും അല്ലെ. അത് കുറച്ച് പേര് അതിന് വിക്ടിംസ് കാണുമല്ലോ ഇവിടെ. വേണ്ട, അതിൽ ഒരെണ്ണം. ഇതുപോലെ തന്നെ 40-50 എണ്ണം വരുന്ന പ്രിലിംസുകളും ഉണ്ട്. അതിന് നമ്മൾ പ്രിപ്പയർ ആവുകയെന്നേ ഉള്ളൂ. ഒന്ന് വായിച്ച്, ഇതൊക്കെ കണ്ടോ വലിയ സംഭവം, പക്ഷെ നമുക്ക് വായിക്കാം. സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ. അപ്പം ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്നറിയാമോ? ടിസ്കോ. റിപ്പീറ്റഡ് ആണ്, ഇഷ്ടംപോലെ തവണ, 50 തവണ കൂടുതൽ. 1907 ജംഷഡ്പൂരിലാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഓക്കെ, അപ്പൊ ആദ്യത്തേതും ടിസ്കോ ആണ്, അത് ഓർത്ത് വെച്ചോണം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഇത് ചോദിക്കും പ്രിലിംസിന്, ഓർത്തോണം. ഈ ടോപ്പിക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറവാണ്. അതേപോലെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ആണെങ്കിൽ 1923 പൊതുമേഖലയിലെ പബ്ലിക് സെക്ടറിലെ കേട്ടോ, അതും റിപ്പീറ്റഡ് ആണ്, പബ്ലിക് സെക്ടറിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പ്രൈവറ്റില് ടിസ്കോ, പബ്ലിക്കില് വിശ്വേശ്വരയ്യ. പ്രൈവറ്റില് ടിസ്കോ 1907, പബ്ലിക്കില് വിശ്വേശ്വരയ്യ 1923. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒന്ന് തെറ്റ്, അപ്പൊ ഒന്ന് മാത്രം ശരിയെന്നുള്ളത് കളയാം. രണ്ടും ശരിയാണെന്ന് പറഞ്ഞാൽ 1ഉം 2ഉം വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് കളയാം. എലിമിനേഷനോടെ പഠിക്കുക. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങിയ അടുത്ത എക്സാമുകൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവേ. അടുത്ത്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ അല്ല. ഈ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു 100 തവണ കൂടുതലോളം ചോദിക്കുന്നതാ. മടുത്തു പോയിട്ടുണ്ട്, അത്രയും ചോദിക്കുന്നതാ. ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയാം, റിപ്പീറ്റഡ് ആയിട്ടാണ് പ്രിലിംസിനൊക്കെ പൊതുവേ ക്വസ്റ്റ്യൻസ് വരുന്നത്, നിങ്ങൾക്ക് നല്ല എളുപ്പമാവേ. അപ്പം റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യ അല്ല, റൂർക്കേല ജർമ്മനിയാണ്. റൂർക്കേല ജർമ്മനിയാണ്. അപ്പൊ 2 തെറ്റാണ്, 2ഉം ശരിയല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഇതൊന്ന് നോക്കിയേ, ഇമ്പോർട്ടന്റ് ആ. ഡിഗ്രി പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും 10th പ്രിലിംസ് ആയാലും 12th ആയാലും എല്ലാത്തിലും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറയുന്നത് സ്ക്രീൻഷോട്ട് അടിക്കുക കേട്ടോ. ശരി, അപ്പൊ ഇത് പഠിച്ചോണം. ഇത് പഠിച്ചോ എന്ന് പറഞ്ഞു വിടുവല്ല, അങ്ങനെ കടൽ പോലെ തന്നിട്ട് പോകാനാണെങ്കിൽ അതല്ല നമ്മുടെ ക്ലാസ്. ഇത് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ച് തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായശാല 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ തുടങ്ങിയത്, ആദ്യത്തേതും വലുതും ടിസ്കോ, അത് പ്രൈവറ്റ് ആണ്. ഇനി പൊതുമേഖലയിലത്തെ പബ്ലിക് സെക്ടർ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഏത്? ആദ്യത്തേത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ 1923. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേത് ചോദിച്ചു കഴിഞ്ഞാൽ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ് 1959. ഇതും 50+ ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് 1959. അപ്പം വിശ്വേശ്വരയ്യ 1923 പൊതുമേഖലയിലെ ആദ്യത്തേതാണ്. സ്വകാര്യ മേഖലയിലാണെങ്കിൽ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ആണ്. ടിസ്കോ 1907. ഓക്കെ, ഇത് സ്വകാര്യ മേഖലയില്ല. അപ്പം ഭിലായ് ആണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേത്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ കേട്ടോ. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യത്തെ ഭിലായ് ആണ്. ഓക്കെ, ഛത്തീസ്ഗഡ്, സോവിയറ്റ് യൂണിയൻ, എങ്ങനെ പറഞ്ഞു വിടാനല്ലേ, സിമ്പിളാ. ഭിലായ് 1959. ഓക്കെ,
റൂർക്കേല 1959, ബിലായും റൂർക്കേല 1959. നിങ്ങൾ ഈ റൂർക്കേലയ്ക്കൊക്കെ വേറെ വർഷങ്ങൾ കാണും, അത് കണ്ടവരുണ്ടെങ്കിൽ കൺഫ്യൂസ് ചെയ്യേണ്ട ആരെയും. PSC ചോദിക്കുന്നത് 1959 ആണ്. നിങ്ങൾ 61 കാണും, 62 കാണും, ഓപ്പറേഷൻ തുടങ്ങി. PSC ചോദിച്ചു വന്നതെല്ലാം 59 ആയതുകൊണ്ട് ബിലായും റൂർക്കേല നിങ്ങൾ 59 പഠിച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. ബിലായും റൂർക്കേലയും 59. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ആണെങ്കിൽ പൊതുമേഖലയിലെ ആദ്യത്തേത് 1923. പിന്നെ ടിസ്കോ 1907 ആദ്യത്തേതാണ്. ഓക്കെ, സ്വകാര്യ മേഖലയിലെ. അതേപോലെ ദുർഗാപൂർ ആണെങ്കിൽ 1962, ഇത് ചോദിക്കും കേട്ടോ. ബൊക്കാറോ, ഇനി റൂർക്കേലയുടെ കണ്ടോ, റൂർക്കേല ജർമ്മനി. ബിലായി ആണെങ്കിൽ റഷ്യ, ബിലായി ആണെങ്കിൽ റഷ്യ. ബൊക്കാറോ ആണെങ്കിൽ റഷ്യ കേട്ടോ. പതിയെ ഇത് പഠിച്ചെടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തോണം. സ്ലൈഡ് ഈ ഒരു സംഭവം കിട്ടണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡൗൺലോഡ് ചെയ്താൽ മതിയെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആദ്യമായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ. പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാനിരിക്കുന്നുണ്ട്, ഇത് അയച്ചു കൊടുക്കണം. ഇത് പഠിച്ചിട്ട് ഇന്ന് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ. ഓക്കെ, ഇവിടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്നും പ്രാദേശികവാദത്തിന്റെ പേരെന്നും തിരിച്ചറിയുക. ഇതൊക്കെ ഈ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴേ ഞാൻ പറയാറുള്ളതാണ്. നമ്മുടെ റൂർക്കേല ജർമ്മനി പോലെ 100 തവണ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമായത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്, അപ്പോഴേ ലൂ എന്ന് കിട്ടും കേട്ടോ, ലൂ. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത് തീഷ്ണത വർദ്ധിപ്പിക്കുന്നത് ലൂ ആണ്. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വീശുന്നത് ലൂ ആണ്. രാജസ്ഥാനിൽ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ, രാജാവിന്റെ ഒത്തിരി ധനമുണ്ട്. ജഗദീപ് ധൻകർ വൈസ് പ്രസിഡന്റ്, രാജസ്ഥാനാണ് സ്ഥലം. ഇത്ര ഓർമ്മയുണ്ടല്ലോ. റൂർക്കേല ജർമ്മനിയാണ്. ഓക്കെ, ശരി. അപ്പം ഇത് കിട്ടിയല്ലോ. ഇനി മാംഗോ ഷവർ ആണെങ്കിലോ, കേരളം കർണാടകത്തിലാണ് അല്ലെ. പ്രിലിംസിന് ഇത് പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓപ്ഷനിൽ ഒന്നും തന്നെ വരുവേ. അടുത്ത കൽവൈസഖി ആണെങ്കിലോ, വെസ്റ്റ് ബംഗാൾ ആണ് അല്ലെ. ഇനി ഈ വടക്ക് കിഴക്കനാകുമ്പോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ, മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നും പറയും, തുലാവർഷം എന്നും പറയും കേട്ടോ, തുലാവർഷം എന്നും പറയും. എന്നാൽ സൗത്ത് വെസ്റ്റ് ഉണ്ട്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേട്ടോ. പറഞ്ഞു നോക്കിയാൽ കിട്ടത്തുള്ളേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, അത് ഇടവപ്പാതി കാലവർഷം എന്ന് പറയും. ഇടവപ്പാതി കാലവർഷം എന്ന് പറയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിനാണ് കേട്ടോ, നോർത്ത് ഈസ്റ്റ് അല്ല. നോർത്ത് ഈസ്റ്റ് മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ മൺസൂണിന്റെ പിൻവാങ്ങലാണ്, തുലാവർഷമാണ്. ഇത് മൊത്തം BYQs. ലാസ്റ്റ് 2-3 വർഷത്തിൽ തന്നെ ഇതൊരു 5-6 തവണ കൂടുതൽ എല്ലാം റിപ്പീറ്റഡ് ചോദിച്ചിട്ടുണ്ട്. ഇത് പോസ് ചെയ്ത് പഠിച്ച് ഒരു 5 മിനിറ്റ് കളഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഈ പറഞ്ഞ കണ്ടൻസ് ഒന്നും സ്കിപ്പ് ആക്കല്ലേ. താഴെ പറയുന്നതിൽ അക്ഷാംശ രേഖകൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതാണ്, അല്ലെ ഏതെല്ലാമാണെന്ന്. അപ്പൊ പ്രധാനമായിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് നോക്കിയേ, അക്ഷാംശ രേഖ പ്രധാനമായിട്ടുള്ളതും ആ ഒറ്റ ഒരെണ്ണം ഏതാ, ഉത്തരായന രേഖയാണ് അല്ലെ. ഒന്ന് മാത്രമാണ്. അത് എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? 8 എണ്ണം. ആ 8 എണ്ണം ഏതൊക്കെയെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 8 എണ്ണം ഏതൊക്കെയെന്ന് കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ്സുകൾ ബാക്കി അടുത്ത ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം അവിടെ. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അല്ല ഈ ഒരൊറ്റ ക്ലാസ് കണ്ടാൽ തന്നെ അത്രയും നമ്മുടെ സിസ്റ്റം വരത്തില്ല. 2-3 ക്ലാസ് കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ സന്തോഷം കിട്ടും, പ്രതീക്ഷയും കിട്ടും, യൂസ്ഫുള്ളും ആവും. അപ്പം ഇത് പഠിച്ചോണം. ഉത്തരായന രേഖ ഇതും 2024 ഇഷ്ടം പോലെ ചോദിച്ചു, എല്ലാ വട്ടവും ചോദിക്കും. പ്രിലിംസ് നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യണം. ആ 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്ത് വായിച്ച് പഠിച്ചിട്ട് പോകണം. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുക, ഇതേലും ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്, നിങ്ങളുടെ അടുത്ത് പറയുക. 10:30 ഡെയിലി ക്യൂസ് ഉണ്ട്. അത് 10th പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ നടക്കും. ഡെയിലി ജോയിൻ ചെയ്തോ. എന്നിട്ട് ലീഡർ ബോർഡ്സ് ഒക്കെ ഉണ്ട്, അത് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം. എന്തെങ്കിലും PDF എല്ലാം ഉണ്ട് ഗ്രൂപ്പിൽ, എല്ലാം ഫ്രീ ആണ്. നല്ലൊരു സ്റ്റഡി സർക്കിൾ കിട്ടും കേട്ടോ. ശരി, നോക്കിക്കേ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് അറിയാം, ഇത് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നദികൾ അല്ലെ. അപ്പം ഇവിടെ പെരിയാർ എങ്ങോട്ടുള്ളതാണ്? വെസ്റ്റ് ഫ്ലോയിങ് ആണ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് അല്ലെ. പിന്നെ ഏതുണ്ട്? പിന്നെ മെയിൻ ആയിട്ടുള്ളത് നർമ്മദ, താപ്തി നമ്മൾ പറയാറുണ്ട് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ താപ്തി ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു വിട്ടാൽ പറ്റത്തില്ല. എന്നാലും കേരളത്തിലെ 41 നദികള് വെസ്റ്റിലോട്ടാണ് ഒഴുകുന്നത്, പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് അല്ലെ. ബാക്കി 3 എണ്ണമേ ഉള്ളു കിഴക്കോട്ട് ഒഴുകുന്നത് ആണല്ലോ, ഈസ്റ്റിലോട്ട് ഒഴുകുന്നത്. ശരി, അപ്പം പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കണം പെരിയാർ എന്തായാലും ആ 41 ഒരെണ്ണമല്ലേ അല്ലെ. കബനി, ഭവാനി, പാമ്പാറാണ് പടിഞ്ഞാറോട്ട് കിഴക്കോട്ട് ഒഴുകുന്നത്. ഓക്കെ, കബനി അടുത്ത ക്ലാസ്സിലും പറയാം, അപ്പൊ സെറ്റ് ആവേ. ഭവാനി, പാമ്പാറ്.
ഇത് 100 തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ താഴെ തന്നിട്ടുള്ളവയിൽ ഏതെന്ന് ചോദിക്കുക. കബനി, ഭവാനി, പാമ്പാറ് കിഴക്കോട്ട് ഒഴുകുന്നതാ. കേരളത്തിലെ കബനി, ഭവാനി, പാമ്പാറ് കിഴക്കോട്ട് ഒഴുകുന്നതാ. ബാക്കി പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 എണ്ണമാണ്. അത് പാമ്പാറ് 1. ഓക്കെ. ഇനി അടുത്തത് നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടാ ഒഴുകുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെച്ചോണം, താപ്തി ഉണ്ട്, അങ്ങനെ 2ഉം 3ഉം വന്നത്. മഹാനദി കിഴക്കോട്ടാണ്. ഓക്കെ. അപ്പൊ 1 ഒക്കെ ഉള്ളത് അപ്പോഴേ ക്യാൻസൽ ചെയ്ത് കളയാൻ, 2ഉം 3ഉം മാത്രമാണ്. റിവേഴ്സ് സെപ്പറേറ്റ് ടോപ്പിക് ചെയ്ത് തരാം. വേണ്ടവർ ഇപ്പോഴേ പോസ് ചെയ്തൊന്ന് കമന്റ് ചെയ്യണേ. ബാക്കി സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന് ലൈക്ക് ഇടുക, ഇല്ലെങ്കിൽ കമന്റ് ചെയ്തു. അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ എവിടെയാണുള്ളത്? എവിടെയാണ്? ഡൽഹിയാണ്. ഓക്കെ. ഏറ്റവും വലിയത്, ഇത് മറക്കരുത്. മെട്രോ വരട്ടെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത്, ഇവിടെ 2022-23 ചോദിച്ചിട്ടുള്ളൊരു ഇത് കാര്യമുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇല്ലേ, അതിന്റെ ആദ്യത്തെ കോഡുണ്ട്, പേരെന്തായിരുന്നു ചോദിക്കും. ട്രെയിൻ 18 എന്നായിരുന്നേ. ഓക്കെ. ട്രെയിൻ 18 വന്ദേ ഭാരത് എക്സ്പ്രസ്. ശരി. ഇനി ഈ വന്ദേ ഭാരത് ആദ്യം ഇറങ്ങിയിട്ട് ഏതൊക്കെ നഗരങ്ങളെ ബന്ധിപ്പിച്ചത്? അപ്പൊ വന്ദേ ഭാരത് നമ്മൾ ഒരാടുത്ത് ഇറങ്ങി വന്നേ, നമുക്ക് കാശ് വാരാൻ ന്യൂ ആയിട്ട് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലെ. നീ വന്നേ, ന്യൂ ആയിട്ട് കുറച്ച് ഐഡിയ കിട്ടി കാശ് വാരാൻ. നീ വന്നേ, ന്യൂ ആയിട്ട് ഐഡിയ കിട്ടി കാശ് വാരാൻ. കേട്ടോ, നീ വന്നേ, ന്യൂ ആയിട്ട് ഐഡിയ കിട്ടി കാശ് വാരാൻ. അപ്പം നീ വന്നേ, വന്ദേ ഭാരത് ന്യൂ ആയിട്ട്, ന്യൂഡൽഹി വാരണാസി, ന്യൂഡൽഹി വാരണാസി. ഓക്കെ. വന്നേ, ന്യൂ ആയിട്ട് ഐഡിയ കിട്ടി കാശ് വാരാൻ ഓർത്തോണം. ഇതെങ്ങനെ ഓർത്തോണം? പിന്നെ ട്രെയിൻ 18 എന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ പേര്. ഓക്കെ. കോഡ് നെയിം ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. റെഡി? അടുത്തത് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇവിടുന്ന് ഒരു 3-4 ചോദ്യം ഞാൻ ഇപ്പൊ പറയാം, അതൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു. ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഏറ്റവും വലിയ അയൽ രാജ്യത്തിലേക്ക് പോകല്ല. ഏറ്റവും വലിയ അതിർത്തി അങ്ങനെയൊക്കെ ഇടയ്ക്ക് ബഗ്ഗുകൾ നിങ്ങൾ കേൾക്കാത്ത പോലെ ഇരിക്കണം. ആദ്യമായിട്ട് വന്നവരെടുത്താൽ ബാക്കിയുള്ളവർക്ക് ശീലമായി കാണുവേ. അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാലാണ് ചൈന. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് എന്ന് പറയുമ്പം അത് ബംഗ്ലാദേശ് ആണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്, ബോർഡർ ഷെയർ ചെയ്യുന്ന ബംഗ്ലാദേശും, ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനുമാണ്. എന്നാൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ ചൈന. ബാക്ക് അടിച്ച് കേട്ട് പഠിച്ചിട്ട് പോകണം, ചോദിക്കും കേട്ടോ. ഇനി വേണ്ട നമ്മുടെ നാഷണൽ വാട്ടർ വേസ്. റിപ്പീറ്റഡ് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ്. കേരള ജോഗ്രഫി നമ്മൾ എടുത്തിട്ടുണ്ട്, ക്ലാസ് കണ്ടാൽ കിട്ടും, മാരത്തോൺ. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യം മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെയാണ്. ഹിന്ദിയില് 1-ന് ഏക്ക് എന്ന് പറയും, 2-ന് ദോ എന്ന് പറയും. ദോ വെച്ച് ദുബ്രി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, പറ്റും. സാധ്യം മുതൽ ദുബ്രി വരെ 2. ദോ ഏക്ക് ദോ തീനില്ലേ, ഉണ്ടല്ലോ അല്ലേ. സാധ്യം മുതൽ ദുബ്രി വരെ, അപ്പൊ ദോ ദേശീയ ജലപാത 2 കേട്ടോ. സാധ്യം മുതൽ ദുബ്രി വരെ 891 കിലോമീറ്റർ. പഠിച്ചു വെക്കണമെന്നില്ല. ഓക്കെ. ഇനി ദേശീയ ജലപാത 1 ആണെങ്കിൽ 1620 കിലോമീറ്റർ ആണ്. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ് നാഷണൽ വാട്ടർവേ 1. റിപ്പീറ്റഡ് എന്ന് വെച്ചാണ്ടല്ലോ, ഇതെല്ലാം റിപ്പീറ്റഡാ, 50+ ടൈംസ് ഉറപ്പായിട്ട്. അപ്പം ദേശീയ ജലപാത 1 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 1 അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ. ദേശീയ ജലപാത 2 ദോ സാധ്യം മുതൽ ദുബ്രി വരെ. ദേശീയ ജലപാത 3 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്നുള്ളതിന് പകരം കോഴിക്കോട് വരെ എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാഷണൽ വാട്ടർവേ 3 കൊല്ലം മുതൽ കോട്ടപ്പുറം ചോദിക്കും. PSC ആയതുകൊണ്ട് പറയുക, കൊല്ലം മുതൽ കോട്ടപ്പുറം ചോദിക്കും, കോഴിക്കോടും ചോദിക്കും, ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ വർഷം എക്സാം എഴുതിയവരുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട്. ഓക്കെ. ഇത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടും. നാഷണൽ വാട്ടർവേ 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടും. ഇത്രയും പഠിക്കാവോ പോസ് ചെയ്തിട്ട്? ഷുവർ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കൊണ്ടുവന്നാൽ അതിൽ ഇത് കാണും. അത്ര റിപ്പീറ്റഡ് ആണ്, പ്രത്യേകിച്ച് പ്രിലിംസിന്. ഓക്കെ. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങൾ ഉണ്ട്. ഓക്കെ, ഉണ്ട്. ഇതിൽ നിന്നും പശ്ചിമതീര തുറമുഖങ്ങൾ. ഓക്കെ. പശ്ചിമതീരം വെസ്റ്റ് സൈഡിലുള്ളത് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. വെസ്റ്റ് സൈഡിലത്തെ നമുക്ക് അറിയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? കുറച്ച് പ്രധാനപ്പെട്ട നമുക്ക് നോക്കാം. ഇവിടെ ഇത് മൊത്തം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞ് എല്ലാം പഠിക്കണമെന്നല്ല. ഇത് നോക്കിക്കേ, ഹാൽഡിയ ഇത് ഈസ്റ്റ് സൈഡിലാണ്, പ്രധാനപ്പെട്ടതാ. പാരദ്വീപ്, പാര ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പാര വെക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യും? ഓടിക്കും. അത് ഒഡീഷയാണ്. ഓക്കെ, അത് ഒഡീഷയാണെന്ന് ഓർത്ത് വെച്ചോണം. ഇത് റിപ്പീറ്റഡ് ആണ് 50+ ടൈംസ് കേട്ടോ. അപ്പം പാരദ്വീപ്, പാര വെക്കുന്നവരെ ഓടിക്കും. ഇതൊക്കെ കിഴക്കൻ തുറമുഖത്താണ് അല്ലെ, ഹാൽഡിയും പാരദ്വീപും. ബാക്കിയൊന്നും ഈ കിഴക്കൻ തീരത്ത് പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയത്തില്ല. ഹാൽദിയും പാരദ്വീപും, പാര വെക്കുന്നവരെ ഓടിക്കും, അത് ഒഡീഷയാണ്. അത് റിപ്പീറ്റഡ് ചോദ്യം ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ശരി. ഇനി ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് ജസ്റ്റ് പോയെ. പശ്ചിമതീര തുറമുഖത്ത്
ഉള്ളത് ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പശ്ചിമ തീരത്തിലെ പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. ഒന്ന് കാണ്ട്ല. കണ്ടോ കാണ്ഡല. ഈ കാണ്ഡലയുടെ പ്രത്യേകത എന്താ പറയാ, പി എസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ പഴയ പേരെന്താണ്? ദയ നിങ്ങൾ കണ്ടില്ല എന്ന് ഓർത്താൽ മതി. പി എസ് ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ ദയ കണ്ടില്ല. ഓക്കെ, ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെട്ടത് കാണ്ഡല തുറമുഖമാണ്. ദീൻ ദയാൽ തുറമുഖം, ദയ കണ്ടില്ല, ദീൻ ദയാൽ കാണ്ഡലയാണ്, ദീൻ ദയാൽ കാണ്ഡലയാണ്. ഓക്കെ അല്ലെ? ഇത് പശ്ചിമ തുറമുഖത്തല്ലേ ഉള്ളത്. ഓക്കെ, ഇത് ഒരെണ്ണം. പിന്നെ മർമഗോവയുണ്ട്, പ്രധാനപ്പെട്ടതാണ്. മുന്ദ്രയുണ്ട്. ഇനി നമുക്ക് പോയി ആ ക്വസ്റ്റ്യനിൽ കുറച്ച് നോക്കാം. എന്താ? നവശേവ മുംബൈ ആണത്, പശ്ചിമ തീരമാണ്. ഓക്കെ ഓക്കെ, അതൊരെണ്ണം റെഡി. പാരദീപ് നമ്മൾ പറഞ്ഞ പാരകളെ കണ്ട ഓടിക്കണം, പാര കണ്ട ഓടിക്കണം, റിപ്പീറ്റഡ് ആണ്, ഇത് തന്നെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒഡീഷ. അപ്പൊ ഇതല്ല, കാരണം അത് ഈസ്റ്റ് സൈഡിലാണ്, കിഴക്കൻ തീരത്താണ് ഇതുള്ളത് അല്ലേ, കിഴക്കൻ തീരത്താണ് ഇതുള്ളത്. ശരി, അപ്പൊ രണ്ടുള്ളതെല്ലാം ക്യാൻസൽ ചെയ്യാമല്ലോ, കാരണം ഇവിടെ പശ്ചിമ തീരത്തുള്ളത് ഏതൊക്കെയെന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടെ രണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയാം, കാരണം അത് കിഴക്കൻ തീരത്താ ഉള്ളത്. അപ്പൊ ഈ രണ്ടുള്ളതൊക്കെ പോട്ടെ. ഇവയെല്ലാം എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചിലവർക്ക് തോന്നും, പക്ഷെ ഞാൻ എപ്പോൾ ക്ലാസ് എടുത്താലും ആദ്യമായിട്ട് ഒരാൾ ക്ലാസ് കാണുന്നു എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, അതിന്റെ സ്പീഡ് കൂട്ടിയിടാം, കുറച്ചിടാം. ഓക്കെ, അപ്പൊ 1ഉം 4ഉം എന്ന് ഇവിടുന്ന് തന്നെ കിട്ടി. ഈ കാണ്ഡല ഓർമ്മയുണ്ടോ? ദയ കണ്ടില്ല, ദീൻ ദയാൽ തുറമുഖം, കാണ്ഡല. ഓക്കെ, പിന്നെ ഹാൽഡിയ നമ്മൾ കണ്ടില്ലേ, കിഴക്കൻ തീരത്താണ് അത് ഉണ്ടായിരുന്നത്. നവശേവയാണെങ്കിൽ പശ്ചിമ തീരത്തുമാണ്. അപ്പൊ ഇത് ഒറ്റ ക്ലാസ്സിൽ ഇത്രയും നമ്മൾ പഠിച്ചു. അതേപോലെ നാഷണൽ വാട്ടർവേ 1 എന്തായിരുന്നു? ഇപ്പൊ ചിലപ്പോൾ കിട്ടുന്നില്ലായിരിക്കും അല്ലെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഓർത്തോണം, അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. നാഷണൽ വാട്ടർവേ 2 ആണെങ്കിൽ ദോ, താദി മുതൽ ദുബ്രി വരെയാണ് അല്ലെ. ഓക്കെ, 3 ആണെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ലെ കോഴിക്കോട് ചോദിക്കും. ഇത്ര ഓർത്ത് വെച്ചോ. ഇത്രയും പോസ് ചെയ്തിട്ടൊന്ന് റിവൈസ് ചെയ്ത് വന്നാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പം ദേ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചോ, പോസ് ചെയ്ത് വെക്കണ്ട, പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണേ. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് പോവാ, സിമ്പിൾ ആണ്, റിപ്പീറ്റഡ്. ഭരണഘടനയുടെ ശില്പി, ഭരണഘടനയുടെ ശില്പി തന്നിട്ട് ഓപ്ഷൻ 8 അംബേദ്കറിനെ തരും, ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഭരണഘടനയുടെ ശില്പി, സോറി പ്രിയാമ്പിൾ ആണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു കേട്ടോ. പ്രിയാമ്പിൾ ആണ് ജവഹർലാൽ നെഹ്റു. ഞാൻ അത് ഓർത്താണ് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾക്ക് പറ്റരുത്. ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു, ആമുഖത്തിൻ്റെത് കേട്ടോ. എന്നാൽ ഭരണഘടനയുടെ ശില്പിയാണെങ്കിൽ ഭീംറാവ് അംബേദ്കർ ആണ്. ഓക്കെ, ആമുഖത്തിന്റെ ആമുഖം എടുത്തത് USA എന്ന്, അതിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു, പിന്നെ ഭരണഘടനയുടെ ശില്പി ഭീംറാവ് അംബേദ്കറുമാണ്. സിമ്പിൾ ചോദ്യമാ, പക്ഷെ പറഞ്ഞപ്പോ പെശക് പോയി. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാം? നവംബർ 26. കാരണം എന്താ അറിയാം? ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് ചോദിച്ചാൽ ഇത് ഓർത്തോണം, 1949 നവംബർ 26. അതാണ് ഭരണഘടനാ ദിനം. ലോ ഡേ ആണ്, മിൽക്ക് ഡേ ഒക്കെ ആണ് കേട്ടോ. എന്നാൽ ഭരണഘടന നിലവിൽ വന്നത് ചോദിച്ചാൽ ജനുവരി 26, 1950. ഓക്കെ, ഇത്ര ഓർത്തോണം. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഫുൾ റിപ്പീറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് അടുത്തടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ആവും, പിന്നെ ഈ ക്ലാസ് പിന്നെ കാണേണ്ട വരത്തില്ല. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശത്തെ പറ്റി പറയുന്നത്? വിദ്യാഭ്യാസ അവകാശത്തെ പറ്റി പറയുന്നത് ഏതില? 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം. ഈ 14ാമത്തെ ആർട്ടിക്കിൾ 2023-ലും 24-ലും ചോദിച്ചു. അത് ഫോക്കസ് ചെയ്യാൻ കാരണം ഇത് നിയമസമത്വമാണ്. 14 നിയമസമത്വം, 24 മണിക്കൂറും പിള്ളേരെ പോലെ അല്ലെ, ബാലന്മാരെ പോലെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. 24 മണിക്കൂറും ബാലന്മാരെ പോലെ ബിഹേവ് ചെയ്യാതെ എന്ന് പറയത്തില്ല. 24 ബാലവേല കേട്ടോ, ചൈൽഡ് ലേബർ ആണ്, ചൈൽഡ് ലേബർ. 14 നിയമസമത്വം, 24 ബാലവേല, 51A എന്താ? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല്? ഓക്കെ, ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ട്, ഇത് ഓർത്ത് വെച്ചോണേ. ഭക്ഷ്യസുരക്ഷാ ബില്ല് 2013 കേട്ടോ, 2013. 2006 ഒത്തിരി പേര് കൺഫ്യൂസ്ഡ് ആണ്. 2013 നിങ്ങൾ പഠിച്ചു വെച്ചോണം കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാ? ഇന്ത്യയാണ്. സിമ്പിൾ അല്ലേ? ആ ഭരണഘടനയുടെ ശില്പി ആരാ? കുറച്ചും തെറ്റിക്കാൻ നോക്കിയില്ലേ? അത് ഭീംറാവ് അംബേദ്കർ. ആ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പ്രിയാമ്പിളിന്റെ ശില്പി ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പിതാവ് ചോദിച്ചാലോ? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭേദഗതിയിലാണ് അല്ലെ.
ഓക്കെ, അങ്ങനെ ആർട്ടിക്കിൾ 300A അത് കൊണ്ടിട്ടു, മറക്കരുത്, ഇമ്പോർട്ടന്റാ. 42ാമത്തെ ഭേദഗതിയോ? ഈ അമെന്റ്മെന്റ്സിൽ നിങ്ങൾ ഒരു പ്രിലിംസ് പഠിക്കുന്ന ഒരാള് ബേസ് ചെയ്ത് പഠിച്ചു വെക്കണം. ഒരു 60% കുറവ് ചാൻസേ ഉള്ളൂ ഇതിന്റെ വെളിയിൽ ചോദിക്കാൻ പ്രിലിംസിൽ. അപ്പൊ 42ാം ഭേദഗതി എന്ന് പറഞ്ഞാൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് 42ാമത്തെ ഭേദഗതി. ഓരോ ക്ലാസ്സിൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. 86ാമത്തെ ഭേദഗതി ആണെങ്കിലോ, കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ആർട്ടിക്കിൾ 21A വന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 21A. അത് നിലവിൽ വന്നത് ഏത് ഭേദഗതി പ്രകാരമാണ്? 86ാം ഭേദഗതി. അപ്പൊ 21A വന്നത് ഏത് അമെന്റ്മെന്റ് കാരണമാണ്? 86. ഇങ്ങനെ ഓർത്ത് വെച്ചോണം. 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, 73ാമത്തെ ഭേദഗതിയോ? പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്നു. 74ാമത്തെ ഭേദഗതിയോ? മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്നു. ഇത്രയും ബൈഹാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. റിപ്പീറ്റഡ് ആയി ഇത് വേറെ ചോദ്യം വരത്തില്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി, അല്ലേ? സംസ്ഥാനങ്ങളിൽ പിന്നെ ഏതാ? അതിനാണ് ഹൈക്കോടതി ഉള്ളത്. ഇനി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 124, റിപ്പീറ്റഡ് ആണ്. ഇനി ഈ 2 എടുത്ത് തിരിച്ചിട്ടാൽ 214 എഴുതിയ ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ ആണ്. ഓക്കെ, എന്നാൽ റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്നുണ്ട്, റിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി ഉപയോഗിക്കുന്ന ഏത് ആർട്ടിക്കിൾ ആണ്? റിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി ഉപയോഗിക്കുന്ന ഏത് ആർട്ടിക്കിൾ ആണ്? സുപ്രീം കോടതി ആണെങ്കിൽ 32ഉം ഹൈക്കോടതി ആണെങ്കിൽ 226ഉം ആണ്. ഓക്കെ, പോസ് ചെയ്ത് പഠിച്ചിട്ട് പോണേ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയില് മൗലിക കർത്തവ്യങ്ങൾ, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ പറ്റി പറയുന്നത് ഏതാ? ഭാഗം 4A ആണ് കേട്ടോ. ഭാഗം 4A. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ കടമെടുത്തത് റഷ്യ അല്ലെങ്കിൽ USSR ആണ്. റിപ്പീറ്റഡ് ചോദ്യം. ഭാഗം 4 DPSP, നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, അത് അയർലൻഡിൽ നിന്നും കടമെടുത്തു. ഭാഗം 3 ആണെങ്കിൽ ആരാ? ഇതിന്റെ ശില്പിയെ ചോദിച്ചിട്ടുണ്ട്, അല്ലേ? ഭാഗം 3 എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശമാണ്. അത് പട്ടേലാണ്, അല്ലെ? അത് പട്ടേലാണ്. ഈ ഭാഗം 3 എന്തിനെ പറ്റിയുള്ള? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയുള്ളതാണ്. അതിൽ നമ്മൾ പഠിച്ചൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, ആർട്ടിക്കിൾ 21. എന്തായിരുന്നു? 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധ സൗജന്യമായ വിദ്യാഭ്യാസം. ഏത് ഭേദഗതി വന്നു? 86. ഓർമ്മയുണ്ടല്ലോ. നിയമസമ്മത്വം ഏത് ആർട്ടിക്കിളാ? 14, അല്ലെ? 24 മണിക്കൂറും ബാലന്മാരെ പോലെ ഇരിക്കുന്നു, അതായത് ചൈൽഡ് ലേബർ 24. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം, റിവൈസ് ചെയ്യണം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് അനുച്ഛേദത്തിലാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 19ലാണ് കേട്ടോ. റൈറ്റ് ടു ഫ്രീഡത്തെ പറ്റി പറയുന്നത് 19ലാണ്. ശരി, ഇനി ഇന്ത്യയിലെ പ്രസ്സുകളില്ലേ, ആ പ്രസ്സുകൾക്കൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മീഡിയക്കൊക്കെ ഉള്ള ഫ്രീഡം, ഈ ആർട്ടിക്കിൾ മീഡിയക്കുള്ള ഫ്രീഡം ഉള്ളത് ആർട്ടിക്കിൾ 19ലാണ്. പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും മീഡിയക്കൊക്കെ ഉള്ള ഫ്രീഡം ആർട്ടിക്കിൾ 19ലാണ്. PSC 2023 ചോദിച്ചു, നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ 14 എന്തായിരുന്നു? റീകളക്ട്, നിയമസമത്വമാണ്, അല്ലെ? 14 നിയമസമത്വമാണ് എന്ന് ഓർത്ത് വെച്ചോണം. 15 ആണെങ്കിൽ എന്താ? വിവേചനം പാടില്ല. 15ൽ വിവേചനം പാടില്ല. 2022-23 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാ. 15 ആണെങ്കിൽ വിവേചനം പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല. സ്ത്രീ പുരുഷൻ വിവേചനം പാടില്ല, ജാതിയുടെ പേരിൽ വിവേചനം പാടില്ല, കളറിന്റെ പേരിൽ വിവേചനം പാടില്ല. അതാണ് 15 വിവേചനം. 14 നിയമസമത്വം. 16 അവസര സമത്വം കേട്ടോ. 17 ആണെങ്കിലോ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്താണ് 17. 18 തലക്കെട്ടുകൾ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. 19 എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒന്നുകൂടെ ബാക്ക് അടിച്ച് കേട്ട് പഠിക്കണേ. അടുത്ത, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാ? ഇത് ഡിസംബർ 10 ആണ്. അപ്പം ഇത്രയും സംഭവങ്ങളിൽ ഒരു കണ്ടന്റും കളയാതെ പഠിക്കണം. റിപ്പീറ്റ് ചെയ്ത് അടുത്ത ക്ലാസ്സിലും പറയുമ്പോൾ അപ്പോഴേ ഹാപ്പി ആവുള്ളൂ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാ? 1930 അല്ലെ? 1930. എന്നാൽ 1924 എന്തുവായിരുന്നു? വൈക്കം സത്യാഗ്രഹം. 24 വൈക്കം സത്യാഗ്രഹമാണ്. 1942 ആണെങ്കിലോ ക്വിറ്റ് ഇന്ത്യ, അല്ലെ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇത് റിപ്പീറ്റഡ് ആണ്, നിങ്ങൾ പ്രിലിംസിന് ഇത് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 ആണ്. ക്വിറ്റ് ഇന്ത്യ 1942 ഓഗസ്റ്റ് 8 ആണ്. പക്ഷേ PSC ചോദിക്കുന്ന ഒരു ട്വിസ്റ്റ് ചോദ്യമുണ്ട്. ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാണ് ചോദിക്കും. ക്വിറ്റ് ഇന്ത്യ ഡേ ഓഗസ്റ്റ് 9 ആചരിക്കുന്നത്. ഇത് അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ചോദ്യമാ, PYQ ആണ്, പ്രീവിയസ് ചോദ്യം കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങൾ പഠിക്കുമല്ലോ. ഇനി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ്. ഓക്കെ, ഇനി ഭൂമിയെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴേ പേടിച്ചു പോകും ചിലർ. ക്വസ്റ്റ്യൻ പേപ്പർ കുറെ ക്വസ്റ്റ്യൻസ് ഓടി വരുമല്ലേ, വായിച്ചു നോക്കിക്കേ. സംഭവം സിമ്പിൾ ആണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം ഭൂമിയെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ,
ഇനി ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം അതാണ് അല്ലെ. ഉപഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഓക്കെ അല്ലെ. പിന്നെ ഏറ്റവും വലുത് ഏതാ? ജൂപ്പിറ്റർ ആണ് അല്ലെ. ജൂപ്പിറ്റർ ആണ്. ഏറ്റവും ചൂടുള്ളതാണെങ്കിലോ വീനസും ആണ്. അപ്പം ഈ മൂന്നെണ്ണമാണ് വരിക. സിമ്പിളാ. ഇനി നിശബ്ദ താഴ്വര എന്ന് അറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. ഇവിടെ PSC റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താ അറിയാം? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. റിപ്പീറ്റഡ് ചോദ്യം. ഇനി സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് 1985 ആര് എന്ന് ചോദിക്കും. അത് രാജീവ് ഗാന്ധി. നിങ്ങൾ ഇത് ഇത്ര ഇവിടുന്ന് പഠിച്ചാൽ മതി സൈലന്റ് വാലിയുടേത്. ഓക്കെ. അപ്പൊ സൈലന്റ് വാലി 1984, രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തത് 1985. 1984 പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി. ഇതും PYQ ആണ്. 85 ഉദ്ഘാടനം ചെയ്ത് രാജീവ് ഗാന്ധി. ഓക്കെ. ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏതാ? പെരിയാറാണ്. ഓക്കെ, പെരിയാറാണ്. ഇപ്പൊ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്താലോ. കേരളത്തിൽ മൊത്തം 44 നദിയുണ്ട്. അത് കിഴക്കോട്ട് ഒഴുകുന്നത്. ഓക്കെ, കിഴക്കോട്ട് ഒഴുകുന്നത് 3 ഏതായിരുന്നു? കബനി, ഭവാനി, പാമ്പാറ്. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 ഉണ്ട്. ഓക്കെ, അതിലെ ഒരെണ്ണമായിരുന്നു പെരിയാർ. അതായിരുന്നു കുറച്ച് മുന്നിലത്തെ ചോദ്യം. ഓക്കെ. ഇനി പമ്പ ഈ 2023, 24, 22 ഇഷ്ടംപോലെ PSC ചോദിച്ചൊരു ചോദ്യമാണ്. പമ്പ നദി പോയി പതിക്കുന്നത് എവിടെയാണ്? അപ്പൊ പമ്പ നദി പോയി പതിക്കുന്നത് എല്ലാവർക്കും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്ന ആ സമയത്ത് പമ്പ, വേമ്പ. ഇങ്ങനെ ചുമ്മാ പറയാം. പമ്പ നദി വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട് കായലാണ്. ഓക്കെ, പമ്പ, വേമ്പ, പമ്പ, വേമ്പ. പമ്പ നദി വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, ഇത്രയും മതി. ഇവിടെ ഇപ്പൊ പഠിച്ചു വെച്ചോണം. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? മംഗൾ പാണ്ഡെയാണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊരു ചോദ്യം ഉണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് എഴുതും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇത് പഠിച്ചു വെക്കോ. ഓക്കെ. ഇനി അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? സർ സെയ്ദ് മുഹമ്മദ് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. 1875 ഓക്കെ, 1875 അലിഗഡ് മുസ്ലിം സർവകലാശാല. ഓർത്തു വെച്ചോളൂല്ലോ. ശരി. പിന്നെ ആര്യ സമാജം ഒക്കെ ഉണ്ട്. 1875 റിപ്പീറ്റഡ് ആണ് ഇതൊക്കെ കേട്ടോ. ഇനി പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞത് ആരാ? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്ന് ഓർത്തോണം. ഇമ്പോർട്ടന്റ് ആണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതും ഓർത്തോണം. ആനന്ദമഠം. ആനന്ദമഠം എഴുതിയത് ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഓക്കെ അല്ലേ. വന്ദേ മാതരം അതിൽ നിന്ന് എടുത്തതാണ്. വന്ദേ മാതരം. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ജനഗണമന രവീന്ദ്രനാഥ് ടാഗോർ. ഇപ്പൊ പഠിക്കുവോ? അല്ലേ? പഠിക്കണം. അടുത്തത് ബുദ്ധമത കേന്ദ്രം. ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബാലന്മാര്, കൊച്ചു പിള്ളേര്, ബാലന്മാർ ഓടി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, കസേറയിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ പറയും, ഇങ്ങോട്ട് മാറ് കസേറയിൽ നിന്ന്. അല്ലെ, ഇങ്ങോട്ട് മാറ് കസേറയിൽ നിന്നും. കസേറയില് ഒന്ന് മറാത്ത. ബാലഗംഗാധര തിലകിൻ്റെത് ഒന്ന് മറാത്ത. ബാലന്മാർ വന്ന് പറയുന്നു മാറ് കസേറയിൽ നിന്ന്. എനിക്ക് ഇങ്ങനെ ഓടുവടി പറയുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ. അപ്പം ബാലന്മാർ വന്ന് പറയും ഈ കസേറയിൽ നിന്ന് മാറെന്ന്. അപ്പം ഒന്ന് ഓർത്തോണം, മാറ് മറാത്തയാണ്. ഓക്കെ, മറാത്ത. അത് ബാലഗംഗാധര തിലകിന്റെ റിപ്പീറ്റഡ് ചോദ്യം. ഞാൻ എല്ലാം ഓൾമോസ്റ്റ് പറയുന്നതെല്ലാം നിങ്ങൾ PYQസും റിലേറ്റഡ് റിപ്പീറ്റഡ് എല്ലാം ആണ്. അത് പഠിച്ചിട്ട് പോകണം. ഇനി കേസരി. മാറ് കസേറയല്ലേ, അത് കേസരി ആക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഓക്കെ അല്ലേ. ഇനി രാജ്യസമാചാരമാണെങ്കിലോ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമല്ലേ ഹെർമൻ ഗുണ്ടർട്ട് ആണ് അത് അല്ലെ. അപ്പം 1847 വർഷം കമന്റ് ചെയ്യണേ. അപ്പൊ ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം. സ്വദേശാഭിമാനി പത്രം ആരുടെയാ? സ്വദേശാഭിമാനി ആരുടെയാ പത്രം? പത്രം ആരുടെയാന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ആണ് സ്വദേശാഭിമാനി പത്രം. നമ്മൾ പക്ഷെ കേട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയല്ലേ, അദ്ദേഹമാണ് എഡിറ്റർ, അദ്ദേഹമാണ് അത് ഫേമസ് ആക്കിയത്. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കുമെങ്കിൽ ഓർത്തോണം, സ്വദേശാഭിമാനി പത്രം ആരുടെയെന്ന് PSC റിപ്പീറ്റ് ചെയ്ത് ഈ 2 വർഷം കൊണ്ട് ചോദിക്കുന്നുണ്ട്. അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ അല്ലേ. ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. ഇത് CV കുഞ്ഞിരാമനാണ്. കൗമുദി. CV കുഞ്ഞിരാമനാണ്. CV കുഞ്ഞിരാമൻ ആണ്. ഇത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എനിക്ക് തന്നെ ഇത് വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ ക്ലാസ് കേട്ടോണ്ട് നിങ്ങൾക്ക് പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടും കേട്ടോ. ഇത് നോക്കിയേ, സ്കീമുകളാണ്. ഇത് കേരള ഗവേണൻസ് എന്ന മാരത്തോണിൽ നമ്മൾ എടുത്തതാ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അന്നപൂർണ്ണ. അന്നപൂർണ്ണ 65 വയസ്സ്. എപ്പോഴെപ്പോഴും പറഞ്ഞു പറഞ്ഞ് എനിക്ക് അങ്ങനെ ഓർമ്മ വന്നു. നിങ്ങൾ എപ്പോഴും പറഞ്ഞത് 65 പറയണേ. അന്നപൂർണ്ണ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് അന്നപൂർണ്ണ കേട്ടോ.
ഇതും റിപ്പീറ്റഡ് അന്നപൂർണ 65. പിന്നെ മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഈ 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്ത് വെച്ചോണേ കേട്ടോ. അപ്പം അന്നപൂർണ 65 കിലോ അരി കിട്ടും, അതും 10 കിലോയിൽ കൂടുതൽ കിട്ടും കേട്ടോ. 10 കിലോ സൗജന്യമായിട്ടുള്ള 65 വയസ്സിൽ കൂടുതലുള്ളവർ, അത് പറഞ്ഞാൽ മാറിപ്പോയി, ഓർത്ത് വെച്ചോണം. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഒത്തിരി തവണ ചോദിച്ചു, ഇത് ഓപ്ഷനിൽ വന്നു. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ വരാം, നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്ക് പ്രയോജനം കേട്ടോ. നഗരം എന്ന് പറയുമ്പോൾ അർബൻ ഏരിയ. ഈ നഗരത്തിന് ഹിന്ദിയിൽ എന്താ പറയുക? ഷെഹർ അല്ലെ? ഷെഹർമേ കേട്ടിട്ടില്ലേ? അപ്പം ഓർത്തോണേ, ഷെഹാരി റോസ്കർ യോജന എന്ന് പറയും. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന സ്കീം ഏതാണെന്ന് ചോദിക്കും. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ഷെഹാരി റോസ്കർ യോജനയാണത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോണം, ഷെഹാരി റോസ്കർ യോജന. അതുകൊണ്ട് ഈ ഓപ്ഷനിൽ വന്നതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ബാക്കി അന്നപൂർണ്ണയാണെങ്കിൽ 65 വയസ്സിൽ മുകളിലുള്ളവർക്ക് സൗജന്യമാണ്. എത്ര കിട്ടും? 10 കിലോ അരി കിട്ടും. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അടുത്ത അന്ത്യോദയ അന്ന യോജന ചോദിക്കും, അത് ഇതേപോലെ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ, അതും ഇതോടെ പറയാം. ഹോം റൂൾ പ്രസ്ഥാനം ആരായിരുന്നു? ആനി ബെസന്റ് ആണ്. പക്ഷെ PSC ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് അറിയോ? ഹോം റൂൾ പ്രസ്ഥാനം കേരളത്തിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിക്കും. കേരളത്തിലെ നേതൃത്വം ചോദിച്ച KP കേശവമേനോൻ. KP കേശവമേനോനാണ്. ആനി ബെസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ഏത് വർഷമാണ്? 1916 കേട്ടോ, 1916. ക്വിറ്റ് ഇന്ത്യ ഡേ എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? August 9 ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ ഏത് വർഷമാണ്? 1942 ആണ്. ഓക്കെ, പിന്നെ ക്യാപ്റ്റൻ ലക്ഷ്മി അറിയുമോ? ഝാൻസി റാണി റെജിമെന്റിലുള്ളതായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി, അതും റിപ്പീറ്റഡ് ആണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര നായിക 2023-24 റിപ്പീറ്റഡ് ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലിയുമാണ്. ഓക്കെ, ഇനി 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരാണ്? റിപ്പീറ്റഡ് ആണ്, അഭിലാഷ് ടോമിയാണ്. ഓക്കെ, അഭിലാഷ് ടോമി. അടുത്ത സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്. എന്നാൽ പന്തി ഭോജനം തൈക്കാടയ്യ, പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ. ബൈ ഹാർട്ട് ചെയ്യണം. ഈ നവോത്ഥാന നായകരാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഞാൻ പ്രത്യേകം ടോപ്പിക്ക് നദികളുടേതും നവോത്ഥാന നായകരുടെ എടുത്തു തരാം, നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പന്തി ഭോജനം തൈക്കാടയ്യ, പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ കേട്ടോ. ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഉപദ്വീപ്യ പീഠഭൂമിയിലെ എവിടെയാ? ആനമുടിയാണ്. ഓക്കെ അല്ലെ? ഇനി ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങൾ 1930, 1931, 1932. 1-ാം വട്ടമേശ സമ്മേളനം, 2-ാം വട്ടമേശ സമ്മേളനം, 3-ാം വട്ടമേശ സമ്മേളനം. ഇതായിരുന്നു 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് വട്ടമേശ സമ്മേളനം. ഈ 3 പങ്കെടുത്ത ഇന്ത്യൻ നേതാവിനെ ചോദിക്കും, ഭീംറാവു അംബേദ്കർ. ഇനിയും അടുത്തൊരാളെ ചോദിച്ച തേജ് ബഹദൂർ സപ്രു ആണ്. അപ്പം ഭീംറാവു അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു. ഭീംറാവു അംബേദ്കർ, പിന്നെ തേജ് ബഹദൂർ സപ്രു. ഇത് ഓർത്ത് വെച്ചോണം, ഭീംറാവു അംബേദ്കറിനെ ഇവിടെ ഓർത്ത് വെച്ചോണം. ഈ ബാലഗംഗാധര തിലക് ഓർമ്മയുണ്ടോ? ബാലൻ വന്ന് പറയും മാറ് കസേറിൽ നിന്നും അല്ലെ? മറാത്ത കേസരി ഇദ്ദേഹത്തിൻ്റെതാണ്. ഓക്കെ, ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഇത് സ്ഥാപകൻ ആരാണ്? ഇങ്ങനെ ചോദിക്കും. PRDS കേട്ടോ. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത് ആരാ? PRDS ആരുടെയാ? പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാനെ കണ്ടില്ലെങ്കിൽ പൊയ്കയിൽ കുമാര ഗുരുദേവൻ ഓർത്തു വെച്ചോണം. കുമാര ഗുരുദേവൻ എന്ന് തരും. നമ്മൾ കുമാരനാശനാണോ എന്ന് തെറ്റിദ്ധരിക്കില്ല, ഇത് കുമാര ഗുരുദേവൻ ഡിഫറെന്റ് ഒരാളാണ് കേട്ടോ. അപ്പം PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1919, പൊയ്കയിൽ യോഹന്നാൻ. റിപ്പീറ്റഡ് ആണ് കേട്ടോ. അടുത്തടുത്ത ക്ലാസ്സുകളാകുമ്പോഴത്തേക്കും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കിട്ടും. പിന്നെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ഓർത്തു വെച്ചോണം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഭക്ഷ്യസുരക്ഷയുമായിട്ട്, ഭക്ഷ്യസുരക്ഷ വർഷം 2013. ഇത് മറക്കല്ലേ, കുറച്ചു മുമ്പ് ചോദിച്ചതാ, നമ്മൾ പഠിച്ചിട്ട് വന്നതാ. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെ വരും? ഇത് വായിച്ച് അത്യാവശ്യം കോമൺ സെൻസോട് കൂടി കിട്ടും. 1, 2, 3 സബ്സിഡി കുറയ്ക്കും എന്നുള്ളതൊക്കെ ഒരു ഭക്ഷ്യസുരക്ഷ വരുമോ? ഇല്ലല്ലോ. 1, 2 and 3 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പല ബ്ലണ്ടറുകളും വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കിട്ടാറുണ്ട്. വില്ലുവണ്ടി സമരം 1893. 1893 ആരാ? അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയതാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം 1893. എന്നാൽ പെരിനാട് ലഹളയുണ്ട് 1915, കല്ലുമാല സമരമുണ്ട്, ഊരുട്ടമ്പൽ ലഹളയുണ്ട്. ഇതെല്ലാം അയ്യങ്കാളിയുടേതാണ്. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ
അല്ലെ? നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ? സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അല്ലെ? കുമാര ഗുരു കിടക്കുന്നത് കണ്ടോ? കുമാര ഗുരുദേവനാണ് നമ്മൾ പറഞ്ഞ TRDS, ഇരവിപെരൂർ ആസ്ഥാനമായിട്ടുള്ള TRDS സ്ഥാപകനാണ് കുമാര ഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ, അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ. ഓക്കെ, റിപ്പീറ്റഡ് ആണ് കേട്ടോ. ശരി, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാ? നെഹ്റു. ഇതാണ് കുറച്ചും എനിക്ക് മാറിപ്പോയത്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? ഭീംറാവ് അംബേദ്കർ. ആമുഖമാണെങ്കിൽ ജവഹർലാൽ നെഹ്റു, അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആണ്, മൗലിക അവകാശങ്ങളുടെ ആണെങ്കിൽ പട്ടേൽ വരും. ഓക്കെ, VP മേനോനോ? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് നെഹ്റുവിന്റെയും പട്ടേലിന്റെ ഒപ്പം വർക്ക് ചെയ്ത ആളാണ്. ഇത് ഇത്രയും റിപ്പീറ്റഡ് ആ, 100+ ടൈംസ് റിപ്പീറ്റഡ് ആന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. ഓക്കെ, ശരി. രാജേന്ദ്ര പ്രസാദിനെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ ആഡ് ചെയ്ത് തരാം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരാ? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് ഒരാൾ അരങ്ങത്തേക്ക് പോകണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. അത് VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്, ഇത് ഓർത്തു വെച്ചോണേ. അടുത്ത്, സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് ആരാ? കോപ്പർനിക്കസ് ആണ്. ഇനി അതിർത്തി ഗാന്ധി, ഫോണ്ടിയർ ഗാന്ധി ആരാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇനി കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാ? ഇടമലക്കുടിയാണ്. ഇത് അതേപോലെ ബൈഹാർട്ട് ചെയ്തോ, റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ എഴുതാം, അത്രേ ഉള്ളൂ. ഓക്കെ, ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ലോക പരിസ്ഥിതി ദിനം എപ്പോഴേലും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പഠിച്ചിട്ട് വന്നതാ, ജൂൺ 5. ഓക്കെ, ശരി. ആ ഇമ്പോർട്ടന്റ് ഡേറ്റ് ഉണ്ട്. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ നിലവിലത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു. നിലവിലത്തെ മിനിസ്റ്റേഴ്സിനെ പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ, പഠിച്ചിട്ടേ പോകാവൂ, ഒരു മാർക്ക് കളയണ്ട. ക്വിറ്റ് ഇന്ത്യ പറയുമ്പോഴേ 1942 ആണ്. 1942 ഓഗസ്റ്റ് 8 പക്ഷെ ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക ആരാ? അരുണ ആസിഫ് അലി. നമ്മൾ പഠിച്ചിട്ട് വന്നതേ ഉള്ളൂ, അല്ലെ? ക്യാപ്റ്റൻ ലക്ഷ്മി ആണെങ്കിലോ ഝാൻസി റാണി റെജിമെന്റിലെ. AV കുട്ടിമാളു അമ്മയുടെ പ്രത്യേകത അറിയാം, PS ചോദിച്ചിട്ടുള്ളത്. നിയമലംഘന പ്രസ്ഥാനമുണ്ട് 1930 നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയും. ആ നിയമലംഘന പ്രസ്ഥാനത്തിൽ 2 മാസം പ്രായമുള്ള കുട്ടിയും കൊണ്ട് പോയതാണ് AV കുട്ടിമാളു അമ്മ. ഓർത്ത് വെച്ചോണം, PS ചോദിച്ചാണ്. AV കുട്ടിമാളു അമ്മയുടെ എന്താ അറിയാം? സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ 2 മാസം പ്രായമുള്ള കുട്ടിയുമായിട്ട് പോയതാണ് AV കുട്ടിമാളു അമ്മ. കുട്ടിമാളു അമ്മ കുട്ടിയുമായിട്ട് പോയി. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം, അല്ലെ തന്നെ സമുദ്രനിരപ്പിന് താഴെ -2.2 മീറ്റർ എന്ന് പറഞ്ഞ് PS ചോദിക്കുന്നത് ഏതാ? കുട്ടനാടാണ്, അല്ലെ? അടുത്തത്, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞത് ജഹാംഗീർ ആണ്. ഓക്കെ, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനാണ്. ഓക്കെ, കണ്ണില്ലാത്ത മനുഷ്യനാണ്. കണ്ണില്ലാതെ ഇരിക്കണമെങ്കിൽ ഒരു കീറ് കൊടുത്താൽ മതി, കണ്ണില്ലാതാവും എന്നങ്ങ് ഓർക്കണം. വയലൻസ് ആണ്, ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ഈ കോഡ്. അപ്പം കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യൻ. കണ്ണില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കീറ് കൊടുത്തപ്പോൾ കണ്ണു പോയി നിങ്ങൾ ചുമ്മാ ഓർക്കാമെങ്കിൽ ജഹാംഗീർ കിട്ടിക്കോളും. ആ കീറാക്കി ഈ ജഹാംഗീറിനെ കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ? ചെവിയിലത്തെ മാലിസ് ഇംഗസ് സ്റ്റേപ്പിസ്. അതിലെ ചെറുതാണ് സ്റ്റേപ്പിസ് കേട്ടോ. അപ്പം ചെവിയിലത്തെ 3 ഏതൊക്കെയാ? മാലിസ്, ഇംഗസ്, പിന്നെ സ്റ്റേപ്പിസ് ആണ്. ഓക്കെ അല്ലേ? ശരി. ഇനി ഏത് പോഷകഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കെർവി? സി സ്കെർവി, ഡി റിക്കറ്റ്സ്. ഓക്കെ, അടുത്ത ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറയാമേ. ഓക്കെ ആണല്ലോ, ഇത് ഓർത്ത് വെച്ചോളൂല്ലോ. അതേപോലെ ഇതിന്റെ പേരുകളും പഠിക്കണം, പറ്റുന്നതൊക്കെ പഠിച്ചു വെച്ചോണേ. സി സ്കെർവി, ഡി റിക്കറ്റ്സ് കണയാണ്, പിന്നെ അയഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ. ഇതൊക്കെ 100+ ടൈംസ് ആണ് നിങ്ങൾക്ക് ഈ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നിങ്ങൾ പ്രിലിംസ് പാസ്സാവും, അതിൽ എനിക്കൊരു സംശയമില്ല, നിങ്ങൾക്ക് സംശയം വേണ്ട. ഇനി എലിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? എത്ര തവണ ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. ബാക്ടീരിയ കാരണമാണ്, അല്ലെ? എലിപ്പനി ബാക്ടീരിയ, എലിപ്പനി ബാക്ടീരിയ. പിന്നെ ബാക്ടീരിയയുടെ റിപ്പീറ്റഡ് ഏതൊക്കെയാണെന്ന് അറിയാവോ? എലിപ്പനി ബാക്ടീരിയ, പിന്നെ ഡിഫ്തീരിയ, അത് ബാക്ടീരിയ കാരണമാണെന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഡിഫ്തീരിയ ബാക്ടീരിയ കാരണമാണെന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി മസ്തിഷ്ക മരണം, ബ്രെയിൻ ഡെത്ത് ഇല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചതേ നാക്കുളുക്കി പോയെന്ന്. എന്തായാലും മനസ്സിലായല്ലോ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർക്ക് അവയവദാനം ചെയ്യാനുള്ള ആ പദ്ധതിയുടെ പേരെന്താ? മൃദുസഞ്ജീവനിയാണ്. മോഹൻലാൽ അല്ലേ എന്റെ ബ്രാൻഡ് അംബാസിഡർ? ആണല്ലോ. ഓക്കെ, ഇനി ഈ ശ്രുതി തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയ ഇംപ്ലാന്റേഷൻ, കേൾവി ഉണ്ടാകുന്ന ഒരു സ്കീമാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. വായുവിലൂടെ പകരുന്ന ഒരു രോഗം ഈ കൂട്ടത്തിൽ ഏതാ? ജലദോഷമാണ്. ജലദോഷത്തിന്റെ റിപ്പീറ്റഡ് ചോദ്യം എന്ത് കാരണമാണെന്ന് ചോദിക്കുന്നത് വൈറസ് ആണ് കേട്ടോ. എന്നാൽ എലിപ്പനിയുടേതോ റിപ്പീറ്റഡാ. എലിപ്പനിയുടേതാണെങ്കിലോ ബാക്ടീരിയ. ഓക്കെ, ഡിഫ്തീരിയ ആണെങ്കിലോ ബാക്ടീരിയ ആണ്.
ഓക്കെ ആണല്ലോ, ഇത്രയും മറക്കരുതേ. ശരി, 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? ഇത് നിങ്ങൾ പഠിക്കണം, അത്യാവശ്യമായിട്ട് പഠിക്കണം. ഇത് എന്താ പറഞ്ഞാൽ കുറെ ഇടത്ത് വന്നിട്ടുണ്ട്, പ്ലസ് നമ്മുടെ PSC ബുള്ളറ്റിൽ ഇടയ്ക്ക് കുറെ തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 1972 DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് സ്പ്രിംഗ് ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഈ സൈലന്റ് സ്പ്രിംഗ് എഴുതിയത് ആരാണെന്നാണ് PSC 10 തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. സൈലന്റ് സ്പ്രിംഗ് എഴുതിയത് ആരാണ്? ഇത്ര ഒന്ന് ഓർക്കാവോ? നമ്മൾ ഒരാളെ പ്രാഗുവാണെങ്കിൽ സൈലന്റ് ആയിട്ടല്ലേ പ്രാഗു, അങ്ങനെ ഓർത്താൽ മതി. ഒരാളെ പ്രാഗുവാണ്, അതായത് ഇംഗ്ലീഷിൽ പ്രാഗുന്നതിന് കേഴ്സ് എന്നല്ലേ പറയുന്നത്, അല്ലേ? ഓക്കെ, കേഴ്സ്, ആ ഓർത്താൽ മതി. അപ്പൊ സൈലന്റ് ആയിട്ടാണ് കേഴ്സ് ചെയ്യുന്നത്, സൈലന്റ് ആയിട്ട് പ്രാഗുവാന്ന് ഓർത്ത് വെച്ചോണം. ഇത് കണക്ട് ചെയ്താൽ മതി, ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് ഓർമ്മ അപ്പൊ വന്നോളും. ഓക്കെ, അപ്പം സൈലന്റ് സ്പ്രിങ് റേച്ചൽ കേഴ്സൺ ആണെന്ന് ഓർത്ത് വെച്ചോണം. സൈലന്റ് സ്പ്രിങ് കേഴ്സൺ ഓർത്ത് വെച്ചോണേ, കേഴ്സൺ ആണ്, റേച്ചൽ കേഴ്സൺ ആണ് സൈലന്റ് സ്പ്രിങ്. 1972 DDT സൈലന്റ് സ്പ്രിങ് റേച്ചൽ കേഴ്സൺ ആണ്. റിപ്പീറ്റ് ചെയ്യാം. താഴെ തന്നിരിക്കുന്ന ഒരു സങ്കരയിനം പാവൽ ഏതാണ്? അപ്പോ ഇതില് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കുറച്ച് സംഭവങ്ങൾ കൊടുത്തത്. ഇത് പ്രിയങ്കയാണ്, പാവല് പ്രിയങ്കയാണ്. ഇതിലൊരു ചോദ്യം വരും, ഒന്നെങ്കിൽ ഗവേഷണ കേന്ദ്രം വരും, അല്ലെങ്കിൽ സങ്കരയിനം ഏതാന്ന് ചോദിച്ചുകൊണ്ടൊരെണ്ണം വരും. അപ്പൊ ഇതിനെല്ലാം നിങ്ങൾക്ക് കണ്ടന്റ് തരാം, നിങ്ങൾ ഗ്രൂപ്പിൽ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ക്ലാസ് ഇഷ്ടപ്പെട്ട വേണ്ട വരുന്നുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ഇഷ്ടം പോലെ ചെയ്യണം. അടുത്ത ക്ലാസ് എത്രയും വേഗം തരണം എന്നുള്ളത് ഉൾപ്പെടെ കമന്റ് ചെയ്യണം. പിന്നെ ഇത്ര നാളെ ക്ലാസ് എന്താ ഇടാഞ്ഞതിനുള്ള കുറെ പേര് സമരം ഇരുന്നിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ വേണ്ടിയാ ക്ലാസ് ഇട്ടതേ. അപ്പോ ഇത് നോക്കിക്കേ, പാവൽ അല്ലെ, നമുക്ക് പ്രിയമായിട്ടുള്ള ആരെങ്കിലും ഉണ്ട്, ഇത് ഇങ്ങനെയല്ലേ ഓർക്കാൻ പറ്റും, അല്ലാതെ ഇതെല്ലാം ലിസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. പ്രിയമായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് പറയും, ഒരു പാവമാണെന്ന് പറയാം അല്ലെ. പ്രിയമാണോ ആ പുള്ളി? ഭയങ്കര പാവമാണ് അല്ലേ, അത്രേ ഉള്ളൂ. അപ്പം പാവല പ്രിയങ്ക. ശരി, ഇനി അക്ഷയെ പോയി, അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോയി, ഭയങ്കര തിരക്കാ, ഒരു തക്കാളി എടുത്തെറിയാൻ തോന്നും അല്ലെ, അപ്പൊ ഒരു മുക്തി കിട്ടും. സമാധാനമായി. അപ്പൊ അക്ഷയെ പോയി ഒരു തക്കാളി എടുത്തെറിയുന്നു, മുക്തി കിട്ടുന്നു. അപ്പം ഇതെന്താ? തക്കാളിയുടെ സങ്കരയിനമാണ് അക്ഷയ മുക്തി. ടൊമാറ്റോ, കേട്ടോ? റെഡി അല്ലേ? ഇതേപോലെ ബാക്കിയുള്ള ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇനി ശാസ്ത്രീയമായ തേനീച്ച വളർത്തുന്ന രീതി ഏതാണ്? തേനീച്ച വളർത്തുന്നത്, തേനീച്ച അല്ലെ, തേൻ ഏതിലാണ് നമ്മൾ ആക്കുന്നത്? കുപ്പിയില്. അപ്പൊ കുപ്പി കൾച്ചർ എന്ന് ഓർത്താൽ മതി. ഓക്കെ, എപ്പിക്കൾച്ചർ ആണ്, അത് കുപ്പി കൾച്ചർ എന്ന് ഓർത്താൽ മതി. തേന് നമ്മൾ കുപ്പിയിലാണ് വാങ്ങിക്കുന്നത്, അത് കുപ്പി കൾച്ചർ ആണ്. ഇനി ക്യൂട്ട് ആയിട്ടില്ല ഈ റാബിറ്റ്, അതിനെ വളർത്തുന്നതിന് ക്യൂണിക്കൾച്ചർ എന്ന് പറയും. ക്യൂട്ട് ആയിട്ടുള്ള ക്യൂണിക്കൾച്ചർ, ക്യൂട്ട് ആയിട്ടുള്ള ക്യൂണിക്കൾച്ചർ. കുപ്പിയിലാണ് നമ്മൾ തേൻ വാങ്ങിക്കുന്നത് അല്ലെ. തേനീച്ച വളർത്തല് പീ കൾച്ചർ, ഇത് ഫിസിക്കൾച്ചർ. ഒന്നെങ്കിൽ ഫിഷ് എന്ന് പറയാം, അല്ലെ പീസ് ആക്കി ഫിഷ് അടിക്കുന്നോ എന്തെങ്കിലും ഓർത്ത് വെക്കാം. ഫിസിക്കൾച്ചർ ഇത്ര ഓർത്ത് വെക്കാൻ പറ്റുമോ? ഇത്രയും റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഇനി സൈലന്റ് വാലി, സൈലന്റ് വാലിയുടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധി, ഉദ്ഘാടനം ചെയ്തത് 1985 അത് രാജീവ് ഗാന്ധിയാണ്. അവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ് അല്ലെ. വരയാടിനെ സംരക്ഷിക്കുന്നത് എവിടെയാണെന്ന് 100+ ടൈംസ് PSC ചോദിച്ചിട്ടുണ്ട്. ഇരവികുളമാണ് കേട്ടോ, ഇരവികുളം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷണ കേന്ദ്രം സങ്കരയിനവും ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞു, അത് ചോദിക്കും, നമുക്ക് പഠിക്കാം. ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോഴേ നിങ്ങൾ കുറെ കൂടെ ഇതിൽ നോളജ് വരുവേ. അപ്പം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ടീച്ചി ആണ് കേട്ടോ, ടീച്ചി. അപ്പം പ്രധാനം ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ചോദിക്കും, അത് കോട്ടയമാണ്. ഓക്കെ, ഡെവലപ്മെന്റ് കോട്ടയമാണ്, റിസർച്ച് PG ആണ്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഇത് തന്നതാ. ഗവേഷണ കേന്ദ്രങ്ങളുടെ ഒരു കുഞ്ഞു ക്ലാസ് ഞാൻ ചെയ്തു തരാം, ഒരു 5-10 മിനിറ്റ് എടുക്കത്തുള്ളൂ, കണക്ട് ചെയ്ത് തരാം, കിട്ടും. അതേപോലെ ഈ സങ്കരീനത്തിന്റെ ഉണ്ടെങ്കിൽ നല്ലതാ. നിങ്ങൾ നിർബന്ധിക്കാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മനസ്സിലായോ? അറ്റോമിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡി നോക്കണം. അടിപൊളി. നോക്കിയേ, ടൈം പോകുന്നു. എല്ലാ പദാർത്ഥങ്ങളിലും ആറ്റം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയേ, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പൊ തന്നെ ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ അല്ലെ. അൺഡിവൈഡഡ് ആണ് ആറ്റം, അത് ഓർത്ത് വെച്ചോണം. അപ്പോഴേ ഒന്നുള്ളതെല്ലാം പോകും, പിന്നുള്ളത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇങ്ങനത്തെ ഇതൊക്കെ പെട്ടെന്ന് കിട്ടുന്നത്. തെറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. അപ്പം ഇത് 2 എണ്ണമാണ്, ഓർത്ത് വെച്ചോണേ. അടുത്തത് പീരിയോഡിക് ടേബിളില് ക്രമവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? പീരിയോഡിക് ടേബിളിന്റെ ഒരു കുഞ്ഞു ക്ലാസ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആകുമ്പോൾ വിഷ്വൽസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. വിഷ്വൽസ് നമ്മൾ സൂപ്പറായിട്ട് ചെയ്യും. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള, ഇത് റിപ്പീറ്റഡ് ആണ്. ഓക്സിജന്റെ വരുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്ന അറിയാം? നിറമില്ല, ഗന്ധമില്ല, കത്തുന്നു. എന്ത് ശരിയല്ലേ? കത്തുന്നില്ല, കത്താൻ സഹായിക്കുന്നു, അതാണ് സംഭവം. അപ്പം
ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഇതാണ് സംഭവം. മറക്കല്ലേ, കത്താൻ സഹായിക്കുവാണ്, കത്തത്തില്ല ഓക്സിജൻ. ശരി. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? എ അലുമിനിയത്തിൻ്റെത്, എ കഴിഞ്ഞ ബി. ഓക്കെ, ബോക്സൈറ്റ്. ഇനി അയണിന്റേത് ചോദിക്കും. അയണിന്റേത് ഏതാണ്? സ്ഥിരം ചോദിക്കും. അത് HI, ഹെമറ്റൈറ്റ് അയൺ. അലുമിനിയം ബോക്സൈറ്റ്, ഹെമറ്റൈറ്റ് അയൺ. കേട്ടോ? അപ്പൊ അതെ, അലുമിനിയത്തിൻ്റെത് ബോക്സൈറ്റ് ആണ്. ഹെമറ്റൈറ്റ് ആണെങ്കിൽ അയൺ ആണ്. കലാമിൻ ആണേലോ സിങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത്ര ഓർത്ത് വെക്കൂ. അതിന്റെ ഒരു കണ്ടന്റ് ഉണ്ട്. ഇതേ നോക്കിക്കേ, അലൂമിനിയം ബോക്സൈറ്റ്, അയൺ ആണെങ്കിൽ ഹെമറ്റൈറ്റ്, കോപ്പർ മാലക്കൈറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ്, ഇത്രയും പഠിക്കണേ. സിങ്ക്, കലാമിൻ. ഓക്കെ, സിങ്ക്, കലാമിൻ ഉണ്ട്. പിന്നെ ലെഡ് ഗലീന. സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു വാൾപേപ്പർ ആക്കിയിട്ട് ഒരു ദിവസം നമ്മളൊരു 10-20 തവണ കൂടുതൽ ഫോൺ എടുക്കുമ്പോൾ ഇത് കണ്ടു പഠിച്ചോളൂ കേട്ടോ. എത്രയും മതി അത് അവിടെ നിന്ന്. ഇനി കാഡ്മിയം സൾഫൈഡ് ഗ്ലാസ് കൊടുക്കുന്ന നിറം ഏതാണ്? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് മഞ്ഞയാണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരത്തില്ല, ജസ്റ്റ് തന്നതാ. കാഡ്മിയം സൾഫൈഡിന്റെ. ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ മാത്രം നമുക്ക് എഴുതാവതെ. മാസുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. മാസുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ്. അതാണ് ബേസിക് ആയിട്ട് ടെക്സ്റ്റിൽ ആദ്യത്തെ വരി കൊടുക്കുന്നത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും അല്ലെ. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. യൂണിറ്റ്, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ യൂണിറ്റിൽ നിന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ യൂണിറ്റിന്റെ ഒരു സ്ലൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരി. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പിന്നിൽ നിന്നും നമ്മൾ ഒന്ന് ഓർത്താൽ മതി. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പോഴേ എക്സ് നിൽക്കുന്നു. എക്സ് അറിയോ? എക്സ് എന്താണ്? എക്സ് നിൽക്കുന്നേ. അപ്പൊ നമ്മള് ഈ റിയർ വ്യൂ മിററിൽ കൂടാണ് എക്സിനെ നോക്കുന്നത്. നേരിട്ട് നോക്കത്തില്ലല്ലോ. എക്സ് ആയില്ലേ? അപ്പം റിയർ വ്യൂ മിറർ എന്ന് വരുമ്പോഴേ ഓർത്തോണം എന്താണത്? കോൺവെക്സ് ആണ്. കോൺകേവും കോൺവെക്സും മാറിപ്പോകുന്നവർക്ക് ഇനി അത് പോകത്തില്ല. ഡ്രൈവ് ചെയ്ത് പോകുന്നു, എക്സ് പോകുന്നു. അപ്പം കോൺവെക്സ് റിയർ വ്യൂ മിറർ ആണ്. അപ്പം കോൺവെക്സ് ദർപ്പണമാണ്. ഓക്കെ അല്ലേ? ശരി. ഇനി ഇത് നോക്കിക്കേ. ഇത് ഡിഗ്രി ലെവലിലാണേലും 2 വർഷം കൊണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. അന്തർവാഹിനി ഇല്ലേ, അവിടെ ഉപയോഗിക്കുന്ന പെരിസ്കോപ്പ് ആണ്. പെരിസ്കോപ്പ് അത് എത്ര ഡിഗ്രിയിൽ വെക്കുമെന്ന് ചോദിക്കും. 45 ഡിഗ്രിയിൽ. അതേപോലെ നമ്മളെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ആണ്. ഇതെല്ലാം ബിവൈക്കുമാണ്. 1/16 സെക്കൻഡ് ആണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്നാൽ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ഉണ്ട്. ഹിയറിംഗ് എത്ര സെക്കൻഡാ? 1/10 സെക്കൻഡ് ആണ്. ഇതെല്ലാം കൂടെ ഓവർലോഡ് ആയിട്ട് ആരും വിചാരിക്കേണ്ട. അടുത്ത ക്ലാസ്സിൽ ഈ സ്ലൈഡ്സ് ഞാൻ അതേപോലെ കൊണ്ടുവരും കേട്ടോ. അപ്പം ഇതൊന്ന് പോസ് ചെയ്ത് പഠിക്കണേ. അതേപോലെ യൂണിറ്റ് കാണുന്നില്ല. ഓക്കെ, ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേരേഖ ദൂരത്തിന് എന്ത് പറയും? സ്ഥാനാന്തരം എന്ന് പറയും. ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഓക്കെ, ജോളിയാണെ ഭയങ്കര ഊർജ്ജമാണെന്ന് ഓർത്താൽ മതി അല്ലെ. ഭയങ്കര ഊർജ്ജം ഉണ്ടല്ലോ, എന്താ ജോളിയാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഊർജം ജൂള്, റിപ്പീറ്റഡ് ആണ്. ഊർജം ജൂള്, ഊർജം ഉണ്ട്, ജോളിയാണെന്ന് ഓർത്തോണം. ഇത് പ്രധാനപ്പെട്ടതൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്, നിങ്ങൾ ഓർത്ത് വെച്ചോണേ. ഫോഴ്സ് ന്യൂട്ടൺ ഉണ്ട്, പവർ വാട്ട്, ഇത് ഭയങ്കര റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പം ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ ഇപ്പൊ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇനി വികിരണം റിപ്പീറ്റഡ് ആണ്. കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. ഇതിൽ റേഡിയേഷൻ ആണ് PSC 100+ ടൈംസ് ചോദിക്കുന്നത്. അവിടെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എങ്ങനെയാ പ്രകാശം എത്തുന്നത്? എന്ത് പ്രോസസ്സ് വഴിയാണെന്നാണ് 100 തവണയും ചോദിച്ചിട്ടുള്ളത്. എന്ത് വഴിയാണ്? റേഡിയേഷൻ വഴി, അതായത് വികിരണം വഴിയാണ്. ഓക്കെ ആണല്ലോ, വികിരണം വഴിയാണ്. മാധ്യമത്തിന്റെ സഹായമില്ല. സ്പേസിലൂടെയാണ് വരുന്നത്. അവിടെ വാക്യൂം ആണ്, സ്പേസ് വാക്യൂം ആണ് അല്ലെ. ഒന്നുമില്ല, സൂര്യന്റെ ഭൂമിയുടെ ഇടയ്ക്ക് ഒന്നും ഇല്ലെന്ന് ഓർത്തോണം. അപ്പൊ മീഡിയം ഇല്ല ലൈറ്റിന് വരാൻ. അങ്ങനെ വരുന്നതിനെയാണ് വികിരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം പ്രസ്താവന 3 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയും, നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രിലിംസിന്റെ പാറ്റേൺസ് ഒക്കെ ഇഷ്ടം പോലെ ഞാൻ കണ്ടതാ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എടുത്ത് കൊണ്ടുവന്നോളാം. നിങ്ങൾ ഇത് പഠിക്കാൻ മറക്കരുത്. നിങ്ങൾ പഠിക്കുന്ന ഒരു കമന്റ് ചെയ്യണം. എത്ര പേരുണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ എനിക്ക് കൂടുതൽ ക്ലാസ് ഇടാൻ ഉറപ്പായിട്ടും തോന്നും. നിങ്ങളുടെ കമന്റ്സ് ആ പിന്നെ എന്നെ കൊണ്ട് ഇടിപ്പിച്ചത്. അപ്പം ആദ്യമായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.